ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ച് ഒരു സോഫ്റ്റ് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ 4 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം. അതിനുശേഷം ഇതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലേക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു വിസിലിനുള്ളിൽ ഈ പഴമൊക്കെ നന്നായിട്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. പഴമായതുകൊണ്ട് ഒറ്റ വിസിലിന് വെന്ത് കിട്ടും. ഇനി ഒരു 4 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഉരുക്കിയെടുക്കാനായിട്ട്. പൊടിച്ചിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ശർക്കര ഉരുക്കി പോന്നോളും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ പഴം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു കയ്യിലുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ പഴം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കാം. അത് ചൂടാവുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് എടുക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച പഴത്തിൻ്റെ ചാറ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതൊന്ന് അടുക്കി പിടിക്കും. അടുക്കി പിടിക്കാന്ന് പറയുമ്പോൾ വെച്ചാൽ ഇങ്ങനെ കട്ടയായിട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം, നമ്മൾ ആ 4 അച്ച് ശർക്കരയാണ് എടുത്തത്. ആ 4 അച്ച് ശർക്കരയും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴം വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർ കണ്ടില്ലേ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം വരട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം വരട്ടി ശരിക്കും ഒരു നന്നായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചപ്പോൾ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഹൽവ പോലെയായിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് ഈ പഴം വരട്ടി ഫുള്ളും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അട നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച ചൂടുവെള്ളം നമ്മളിതിലോട്ട് ഒഴിച്ച് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി നമ്മളിതിലോട്ട് ചേർക്കുന്നു. ഇനി നമുക്കിതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലെടുക്കാം. വാഴയിലേക്ക് നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെള്ളത്തിലൊന്ന് മുക്കി നമുക്കിതൊന്ന്
പരത്തിയെടുക്കാം. വളരെ കനം കുറച്ചിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എത്രയൊക്കെ നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയ്ക്കും നൈസായിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്, നല്ല നൈസായിട്ടാണ് പരത്തി വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഇഡലിത്തട്ട് എടുക്കാം. ഇഡലിത്തട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തട്ടിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഇലച്ചീന്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഇലച്ചീന്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ നമ്മൾ അതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇലയുടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അടയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. നമ്മൾ ഒന്ന് എടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോവും, അത്ര സോഫ്റ്റുമാണ്. അത്ര വായിലിട്ട് അലിഞ്ഞു പോവും, അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു അടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക്, പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതുപോലെ അട ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവർ ഉറപ്പായിട്ടും കഴിച്ചിരിക്കും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.